ഇനി അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പോകണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിഗ്മ k ഈക്വൽ ടു 0 to 7 e റേസ് ടു -j 3π ഇൻറ്റു k/4 x ഓഫ് k. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ആൻസർ. അപ്പം നമ്മൾ ആദ്യം നമുക്ക് പല പ്രോപ്പർട്ടികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ സർക്കുലർ ഷിഫ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന പ്രോപ്പർട്ടി പറയുന്ന ഇതാണ് DFT ഓഫ് എക്സ് ഓഫ് മോഡുല ഓഫ് n മൈനസ് എം എന്ന് പറഞ്ഞാൽ m ടൈംസ് ഷിഫ്റ്റ് ചെയ്യുക. മോഡുല ഓഫ് n ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് k ഇൻറ്റു ഇ റേസ് ടു -j 2π k ഇൻറ്റു m/n. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഈ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് സിഗ്മ k ഈക്വൽ ടു 0 to 7 e റേസ് ടു -j 3πk/4 ഇൻറ്റു എക്സ് ഓഫ് k. ഏതെങ്കിലും ഒരു എക്സാമിന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഇ റേസ് ടു മൈനസ് എന്നുള്ളൊരു ടേം എക്സ് ഓഫ് കെയുടെ കൂടെ വരുമ്പോഴേ ഓർത്തോണം സർക്കുലർ ഷിഫ്റ്റ് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. സർക്കുലർ ഷിഫ്റ്റ് പ്രോപ്പർട്ടി പറയുന്നതെന്ന് പറഞ്ഞാൽ സർക്കുലർ ഷിഫ്റ്റ് ഓർമ്മയുണ്ടോ? സർക്കുലർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പലതായിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പം ഞാൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തതെന്ന് വെച്ചോ, ഇതിപ്പോൾ ഞാൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ്റെ എക്സ് ഓഫ് 0 ആണ്. സോ ദിസ് ഈസ് മൈ എക്സ് ഓഫ് 0. അങ്ങനെ പോകുമ്പോൾ ഞാൻ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുക്കുക. ഇതാണ് എൻ്റെ ആരോ വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതെന്ന് പറയുന്നത്? എന്തായിരിക്കും? ദിസ് ഈസ് എക്സ് ഓഫ് 1. ഇവിടെ ആയിരിക്കും എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞ ടേം വരുന്നത്. അപ്പോൾ അതുപോലെ പോകുമ്പോൾ ഇതെന്തായിരിക്കും? ഇത് എക്സ് ഓഫ് 2 ആയിരിക്കും. അപ്പോൾ സിമിലർലി ഇത് എക്സ് ഓഫ് 1 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എക്സ് ഓഫ് 2. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് മോഡുല n മൈനസ് എം n എന്ന് പറഞ്ഞാൽ എത്ര പോയിന്റ്സ് ഉണ്ട്. ഇപ്പം ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതിൽ എത്ര ഉണ്ട്? 1 2 3 4 പോയിന്റ്സ് എടുത്തു. 4 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? n എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇപ്പം ഈ ക്വസ്റ്റ്യനകത്ത് നമുക്കത് കണ്ടുപിടിക്കാം. ഇവിടെ n മൈനസ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പം ഞാൻ ഇവിടെ എഴുതുന്നത് n മൈനസ് ഈ ക്വസ്റ്റ്യനകത്ത് ഇപ്പം ഞാൻ എഴുതാണ് n മൈനസ് 3 എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് 3 പ്രാവശ്യം ഇത് ഷിഫ്റ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും, എക്സ് ഓഫ് 0 നിന്നാണ്. n മൈനസ് 1 എന്നാണ് മീനിങ്. n മൈനസ് 1 എന്നാണെങ്കിൽ ഇതിനെ ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഈ പൊസിഷനിൽ നിന്ന് ഇത് ഇവിടെ ആവുന്നു. അതാണ് ഇതിൻ്റെ മീനിങ്. പിന്നെ അടുത്ത ഒരു പ്രാവശ്യം ഇപ്പം ഇവിടെ വാല്യൂ 1 ആണെങ്കിൽ ഒരു പ്രാവശ്യം ഇത് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം താഴെയുള്ളതെല്ലാം എന്താവും? ഇങ്ങോട്ട് കയറി വരും. ഇനി 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഈ പൊസിഷൻ എക്സ് ഓഫ് 0 നേരത്തെ എക്സ് ഓഫ് 0യുടെ വാല്യൂ എവിടെ വരും? ഇവിടെ വരും. ഇനി ഒന്നും കൂടെ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഇങ്ങോട്ട് വരും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഷിഫ്റ്റായി വരും. അതിനെയാണ് സർക്കുലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സർക്കുലർ ഷിഫ്റ്റ് പറയുന്നത് ഒരു n ലെങ്ത് ഉള്ള ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിനെ നമ്മൾ ടൈമിൽ എത്രയെങ്കിലും ഒരു m ടൈംസ് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ DFT കാണുവാണെങ്കിൽ, DFT എന്ന് പറയുമ്പോൾ എന്താ? ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ആ DFT ഇൻറ്റു ഇ റേസ് ടു -j 2π k ഇൻറ്റു m/n എന്നാണ് കിട്ടിയേക്കുന്നത്. അതാണ്, അതായത് ടൈമിൽ ഒരു സിഗ്നൽ നമ്മുടെ ഉള്ള ഒരു എക്സ് ഓഫ് എന്ന് പറഞ്ഞ സിഗ്നലിനെ ഇങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യമാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഡൊമൈനിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിഗ്നൽ ഇൻറ്റു ഒരു ഫേസ് ഇൻഫോർമേഷനും കൂടെ വരും. അതാണ് കൺസെപ്ച്വലി. ഇനി ഒരു പ്രോബ്ലം രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കിവിടെ കൊടുത്തേക്കണ സിഗ്മ k ഈക്വൽ ടു 0 to 7 e റേസ് ടു -j 3π k/4. ഇങ്ങനെ കാണുമ്പോഴേ മനസ്സിലാക്കണം എന്നിൻ്റെ വാല്യൂ എപ്പോഴും ക്വസ്റ്റിനകത്ത് എന്നിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സ് ഓഫ് n കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം k ഈക്വൽ ടു 0 to n മൈനസ് 1 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇവിടെ 0 to 7 ആണെങ്കിൽ എപ്പോഴും എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 8 ആയിരിക്കും എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആദ്യം ഈ പ്രോപ്പർട്ടി എഴുതി, അതായത് DFT ഓഫ് എക്സ് ഓഫ് മോഡുല ഓഫ് ഇങ്ങനെ 2 ബ്രാക്കറ്റ് കൊടുക്കുന്നതിന് മോഡുല എന്നാണ് പറയുന്നത്, മോഡുല ഓപ്പറേഷൻ n. ഇനി അപ്പോൾ ക്യാപിറ്റൽ N നമുക്ക് 8 ആണെന്ന് മനസ്സിലായി. ഇനി ഈ വാല്യൂ എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ ഈ വാല്യൂ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമുക്കറിയേണ്ടത് ഇ റേസ് ടു -j 2π k ഇൻറ്റു m/n എന്ന് പറയുന്നത് ഈ വാല്യൂ വരണം, 3π/4. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. അതായത് ഈ വാല്യൂ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ എമ്മിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഇക്വേറ്റ് ചെയ്താൽ കിട്ടും. അതായത് വി നോ ദാറ്റ് ഇ റേസ് ടു -j 3πk/4 ഇ റേസ് ടു j 3πk/4 ഇതല്ലേ 4 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യുക? അതാണ് ഈ ഒരു ടേം, ഈ ടേമുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക.
അതിൽ ഈ ജെയും പോയി, ഈ പൈയും പോയി. പിന്നെ എന്തുണ്ട്, ഇവിടെ എന്നിന്റെ വാല്യൂ നമുക്ക് എത്ര ഇവിടെ ക്വസ്റ്റിനകത്ത് കൊടുത്തേക്കണത് 8 അല്ലേ. അപ്പൊ നമ്മൾ ഈ എന്നിന് പകരം എന്ത് എഴുതണം, ഇവിടെ 8 എന്ന് എഴുതാം. അപ്പൊ 8 പോകുമ്പോൾ എന്ത് കിട്ടും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്കറിയാം ഇവിടെ കെയുടെ വാല്യൂ എന്തായിരിക്കണം. അതായത് ഈ 3, അതായത് ഈ വാല്യൂ കിട്ടണേ, എമ്മിന്റെ വാല്യൂ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്നത് എമ്മിന്റെ വാല്യൂ 3 ആണെന്ന് മനസ്സിലാവും. അപ്പൊ 3 എന്ന് പറയുമ്പം എക്സ് മോഡുല ഓഫ് n മൈനസ് 3 മോഡുല 8 എന്ന് പറയുന്നതാണ് എക്സ് ഓഫ് കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2πk ഇൻറ്റു 3/4 എന്ന് മനസ്സിലാവും. അതായത് ഈ എമ്മിന്റെ വാല്യൂ മനസ്സിലാക്കണത് ഇത് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് കിട്ടും. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ പ്രോപ്പർട്ടി, ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് മോഡുല ഓഫ് n മൈനസ് 3 മോഡുല 8 ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2πk ഇൻറ്റു 3/8. അപ്പൊ 8 പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ 4 എന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതാണ് കാണേണ്ടത്. നോക്കിക്കേ, നമുക്ക് കാണേണ്ടത് എന്താ, ഈ ആർ എച്ച് എസിന്റെ ഈ പോർഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ അതിന്റെ കൂടെ സിഗ്മ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കിട്ടണമെങ്കിൽ ഡി എഫ് ടി ഓഫ് ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു ദിസ്, അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ. എന്ന് പറഞ്ഞാൽ എന്താ, ഐ ഡി എഫ് ടി ഓഫ് ദിസ് വാല്യൂ എന്ന് പറയുന്നതായിരിക്കില്ലേ ഇത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ആദ്യം ശ്രദ്ധിച്ചു നോക്ക്. നമുക്കറിയാം ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഓഫ് കെ ആണല്ലോ. എക്സ് ഓഫ് എന്നിന്റെ ഡി എഫ് ടി ആണ് എന്ത്, എക്സ് ഓഫ് കെ. അപ്പൊ ഐ ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ഓഫ് എൻ ആയിരിക്കും. മനസ്സിലായോ? അതായത് എക്സ് ഓഫ് എന്നിന്റെ ഡി എഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് കെ. ഇത് നിങ്ങൾ പഠിച്ച കാര്യമാണ്. നമുക്കറിയാം ഒരു സീക്വൻസ് എക്സ് ഓഫ് എൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡി എഫ് ടി എടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, എക്സ് ഓഫ് കെ എന്ന് കിട്ടും. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞൂടെ, ഐ ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് കെ. ഐ ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഓഫ് എൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് മോഡുല n മൈനസ് മോഡുല 8 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ഇ റേസ് ടു മൈനസ് ജെ 3πk/4 എക്സ് ഓഫ് കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം, ഐ ഡി എഫ് ടി ഓഫ് ദിസ് വാല്യൂ. ഐ ഡി എഫ് ടി ഓഫ് ദിസ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ഓഫ് മോഡുല ഓഫ് n മൈനസ് മോഡുല 8 അല്ലേ. നമുക്ക് അതല്ലേ കാണേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എക്സ് ഓഫ് എന്നിന്റെ ഡി എഫ് ടി ആണ് എക്സ് ഓഫ് കെ. അപ്പൊ ഐ ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് കെ എന്ന് പറയുന്നതാണ് എന്ത്, എക്സ് ഓഫ് എൻ. അതായത് എക്സ് ഓഫ് എന്നിന്റെ ഡി എഫ് ടി എടുക്കുമ്പോൾ നമുക്ക് എക്സ് ഓഫ് കെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് ആയിട്ട് വേറെ എന്ത് പറയാം, ഇതിന്റെ ഐ ഡി എഫ് ടി എടുത്താൽ നമുക്ക് എന്തെന്ന് കിട്ടും, എക്സ് ഓഫ് എൻ എന്ന് കിട്ടും. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ ഇത് കാണാനാണ്. നമുക്കറിയാം ഡി എഫ് ടി ഓഫ് ഇതാണ് ഇതെന്നറിയാം. അപ്പൊ ഇത് കാണണമെങ്കിൽ നമുക്ക് അപ്പൊ ഇതെന്താന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. ഇതെന്താ കണ്ടുപിടിക്കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിന്റെ ഐ ഡി എഫ് ടി എടുത്താലല്ലേ നമുക്ക് ഈ സാധനം കിട്ടുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതായത് നമ്മൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഓർക്കുക, ഇതിന്റെ ഐ ഡി എഫ് ടി എടുക്കുക. ഐ ഡി എഫ് ടി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ടേക്കിംഗ് ദ ഐ ഡി എഫ് ടി ഓഫ് ഏതാണ് എടുക്കേണ്ടത്, ഇ റേസ് ടു മൈനസ് ജെ 3πk/4 ഇൻറ്റു എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, നമുക്കറിയാം ഐ ഡി എഫ് ടിയുടെ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്. ഐ ഡി എഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/n സിഗ്മ k = 0 to n - 1. എന്നിട്ട് എന്താണ്, ഏതാണോ ആ ടേം, ഈ ടേം ഇൻറ്റു എന്തെന്ന് എടുക്കണം, ഇ റേസ് ടു ജെ 2πnk/n അല്ലേ. കാരണം ഒരു ഐ ഡി എഫ് ടിയുടെ ഇക്വേഷൻ എങ്ങനെയാണ്, എക്സ് ഓഫ് എൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, 1/n ഇൻറ്റു സിഗ്മ k = 0 to n - 1 എക്സ് ഓഫ് എൻ. ഇവിടെ എക്സ് ഓഫ് എന്നിന് പകരം നമ്മൾ എക്സ് ഓഫ് കെക്ക് പകരം നമ്മൾ എടുക്കുന്ന വാല്യൂ എന്താണ്, ഇ റേസ് ടു മൈനസ് ജെ 3πk/4 ഇൻറ്റു എക്സ് ഓഫ് കെ ഇൻറ്റു അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, ഇ റേസ് ടു ജെ 2πnk/8. ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ഐ ഡി എഫ് ടി എടുക്കുക. ഐ ഡി എഫ് ടി എടുക്കാനുള്ള കാരണം ഇതാണ്, യൂസിങ് സർക്കുലർ ഷിഫ്റ്റ് പ്രോപ്പർട്ടി അനുസരിച്ച് മോഡുല ഡി എഫ് ടി ഓഫ് മോഡുല ഓഫ് എക്സ് ഓഫ് n - a മോഡുല n എന്ന് പറയുന്നത് എക്സ് ഓഫ് കെ ഇ റേസ് ടു മൈനസ് ജെ 2πk/n ആണ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചേക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പൊ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 3 ആണെന്ന് കിട്ടി. അപ്പൊ ഇതാന്ന് മനസ്സിലായി. ഇനി ഇത് കാണുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഐ ഡി എഫ് ടി എടുക്കുക. അപ്പൊ ഐ ഡി എഫ് ടി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇക്വേഷന്റെ ഐ ഡി എഫ് ടി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, 1/n
സിഗ്മ കെ ഈക്വൽ ടു 0 to 7 എക്സ് ഓഫ് കെ. ഇവിടെ എക്സ് ഓഫ് കെയുടെ സ്ഥലത്ത് എന്താണ് ഇത് ഇട്ട് കൊടുക്കുക, ഇൻറ്റു അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, ഇ റേസ് ടു ജെ 2 പൈ എൻ കെ ബൈ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്ക് കാണേണ്ട എന്താണ്, ഈ ഒരു ടേം വരാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യനകത്ത് ഇത്രയും പോർഷനേ ഉള്ളൂ, ഇവിടെ ഇ എന്ന് പറഞ്ഞൊരു ടേം ഇല്ല. അപ്പോൾ അത് പോകണമെങ്കിൽ എന്തിട്ട് കൊടുക്കണം, ഇവിടെ എന്നിന് എന്തിട്ട് കൊടുക്കണം, 0 ഇട്ട് കൊടുക്കുക. എന്നിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, എക്സ് ഓഫ് 0, ഇത് ഇ റേസ് ടു 0 എന്ന് വരില്ലേ. ഇ റേസ് ടു 0 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വാല്യൂ എന്തായി മാറും, 1 ആയിട്ട് മാറും. അപ്പം നമുക്ക് എന്ത് കിട്ടി, 1/8 സിഗ്മ കെ ഈക്വൽ ടു 0 to 7 എക്സ് ഓഫ് കെ ഇ റേസ് ടു മൈനസ് ജെ 3 പൈ കെ ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്നാ എഴുതുന്നത്, എക്സ് ഓഫ് മോഡുലോ ഓഫ് n മൈനസ് 3 മോഡുല 8 അല്ലേ. ഇവിടെ എന്നിന് ഞാൻ എന്ത് വാല്യൂ എപ്പോൾ ഇട്ട് കൊടുത്തേ, സ്മോൾ എന്നിന് 0. അപ്പം നമുക്ക് കിട്ടി 1/8 സിഗ്മ കെ ഈക്വൽ ടു 0 to 7 എക്സ് ഓഫ് കെ ഇ റേസ് ടു മൈനസ് ജെ 3 പൈ കെ ബൈ 4 ഈക്വൽ ടു എക്സ് ഓഫ് മോഡുലോ ഓഫ് 0 മൈനസ് 3 മോഡുല 8. ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും? ഇത്രയും മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ അതാ പറഞ്ഞത്, ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ IDFTയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ IDFT ഓഫ് ദിസ് വാല്യൂ, ഇത് ഈ ടേം പോവാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, എന്നിന് 0 ഇട്ടല്ലേ കൊടുത്തേ. അപ്പൊ ഇത്രയും കിട്ടി. ഇനി ഇത് കാണാനുള്ള ഒരു എളുപ്പ വിദ്യ ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യന് ചോദിച്ചേക്കണത് ദാണ്ട് ഇത്രയും പോർഷൻ കണ്ടുപിടിക്കാനാണ്. സിഗ്മ കെ ഈക്വൽ ടു 0 to 7 എക്സ് ഓഫ് കെ ഇ റേസ് ടു മൈനസ് ജെ 3 പൈ കെ ബൈ 4 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ 8നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ചെയ്യുന്നതിന് മുൻപ് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും എളുപ്പ വിദ്യ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്താ, എക്സ് ഓഫ് മോഡുൽ ഓഫ് 0 മൈനസ് 3 ആണ്. 0 മൈനസ് 3 എന്ന് പറഞ്ഞ വാല്യൂ എത്രയായിരിക്കും, എക്സ് ഓഫ് മൈനസ് 3 എന്നല്ലേ വരിക. എക്സ് ഓഫ് മോഡുൽ ഓഫ് മൈനസ് 3 ആണല്ലോ. അതിൻ്റെ ഒരു എളുപ്പമായിട്ടുള്ള കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു വാല്യൂ ഉണ്ട്, മൈനസ് n മോഡുല n എന്ന് പറഞ്ഞ വാല്യൂ ആണെങ്കിൽ അതിനകത്ത് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ എടുത്തേക്കുന്ന വാല്യൂ എന്താണ്, എക്സ് ഓഫ് 0 മൈനസ് 3. എക്സ് ഓഫ് 0 മൈനസ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വാല്യൂ കിട്ടുന്ന എത്രയാണ്, എക്സ് ഓഫ് മോഡുല മൈനസ് 3. മൈനസ് 3 എന്നല്ലേ കിട്ടുന്നത്. 0 മൈനസ് 3യുടെ വാല്യൂ എന്താണ്, മൈനസ് 3. വാല്യൂ ഇവിടെ എത്രയാണ്, 8. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തെ വാല്യൂ 8 മൈനസ് 3 എടുക്കുക. 8 മൈനസ് 3 എടുക്കുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ എത്ര കിട്ടും, 5 കിട്ടും. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാന്നാണ്. അതായത് ഒരു ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ്. അപ്പൊ 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, 8 മൈനസ് 3 ചെയ്യുക. 8 മൈനസ് 3 ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടും, എക്സ് ഓഫ് 5 എന്ന് കിട്ടും. അപ്പൊ എക്സ് ഇപ്പോൾ എക്സ് ഓഫ് മൈനസ് 3 8 എന്നാണ് വരുന്നത്. മൈനസ് 3 8 എന്ന് പറഞ്ഞാൽ 8 മൈനസ് 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, വാല്യൂ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മൈനസ് 3 നമുക്കൊരു സിഗ്നൽ ഉണ്ടെങ്കിൽ, അതായത് എക്സ് ഓഫ് 0യിലുള്ള പൊസിഷനിലുള്ള വാല്യൂവിനെ 3 പ്രാവശ്യം ആന്റി ക്ലോക്ക് വൈസിൽ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് മൈനസ് 3 മോഡുല 8 എന്ന് പറഞ്ഞാൽ 8 മൈനസ് 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും, വാല്യൂ 5 കിട്ടും. അപ്പൊ ഇവിടെ എക്സ് ഓഫ് 5ന്റെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യനിൽ നമ്മളെടുത്ത് ചോദിച്ചേക്കണേ, എക്സ് ഓഫ് 5. എക്സ് ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഇതാണ് 5ന്റെ വാല്യൂ. ഈ 5ന്റെ വാല്യൂ ആയിരിക്കണം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എന്തുവാ, -1. അപ്പം അതായത് എക്സ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ, എക്സ് ഓഫ് മോഡുല 0 മൈനസ് 3 ആണ്. 0 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്താ, 8 മൈനസ് 3. 8 മൈനസ് 3 ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടും, എക്സ് ഓഫ് 5 എന്നല്ലേ കിട്ടണം. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കൊടുത്തേക്കണം എന്താ, എക്സ് ഓഫ് n ഈക്വൽ ടു 1 2 മൈനസ് 3 0 1 മൈനസ് 1 4 2. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്, എക്സ് ഓഫ് 5യുടെ വാല്യൂയിൽ എത്രയാണ് വരുന്നത്, -1. അപ്പൊ നമുക്ക് കിട്ടി എക്സ് ഓഫ് മോഡുല 0 മൈനസ് 3 മോഡുല 8 ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് 5. എക്സ് ഓഫ് 5ന്റെ വാല്യൂ എത്രയാണ്, -1. അപ്പൊ നേരത്തെ നമ്മളിപ്പോ കണ്ടുപിടിച്ച അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടി, 1/8 സിഗ്മ കെ ഈക്വൽ ടു 0 ഇ റേസ് ടു മൈനസ് ജെ 3 പൈ കെ ബൈ 4 എക്സ് ഓഫ് കെ ഈക്വൽ ടു എക്സ് ഓഫ് -3 മോഡുല 8 എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്, -1.
നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് എന്താണ്? ഇത് മാത്രമാണ്. ഇത് മാത്രം എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 8 × -1 = എന്തെന്ന് കിട്ടി? -8 എന്ന് കിട്ടി. ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 8 - 3 എന്ന് പറയുന്നതിനേക്കാളും വേറെ രീതിയിൽ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റിനകത്ത് 8 പോയിന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അതായത് 0, 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞാൽ 8 പോയിന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതാണ് ഇതിന്റെ മീനിങ്. 8 എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് x of 0 - 3. x of 0 - 3 എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? x of 0യിലുള്ള വാല്യൂവിനെ 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞത് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം. അതായത് x of 0യിലുള്ള വാല്യൂവിനെ 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഇവിടെ എൻ്റെ x of 0യുടെ ഇപ്പോഴത്തെ വാല്യൂ ഞാൻ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് അറേഞ്ച് ചെയ്ത് എഴുതി. x of 0യുടെ 1, 2, -3, 0, 1, -1, 4, 2. ഇത് എൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനകത്ത് x of n-ന്റെ വാല്യൂ ഞാൻ ഈ ഒരു സർക്കിളിന്റെ രൂപത്തിൽ 8 ആയിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്ത് ഞാൻ പ്ലേസ് ചെയ്തു. ആദ്യം ഇത് -3 ആണ്. -3 എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞു 0 - 3 എന്ന് പറയുമ്പോൾ എന്താ? പോസിറ്റീവ് ഷിഫ്റ്റ് എന്നല്ലേ? 0 - 3 = 0 എന്ന് പറഞ്ഞാൽ ഇതെന്താ? x is equal to 3. പോസിറ്റീവ് ഷിഫ്റ്റിന് ഈക്വലന്റ് ആണ്. അപ്പൊ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എടുക്കുന്ന എന്താണ്? ഇങ്ങനെയുള്ള ഡയറക്ഷൻ ആണ്. ഇതാണ് ആന്റി ക്ലോക്ക് വൈസ്. എപ്പോഴും ഓർത്തിരിക്കണം. ഇപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ 0 - 3 നിങ്ങൾ സാസിലൊക്കെ പഠിച്ച പോലെ തന്നെ നമ്മളിപ്പോ x of n - 2 എന്ന് പറഞ്ഞാൽ എന്താ? എന്നിന്റെ വാല്യൂ +2 ആണെന്നല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ x of n - 3 എന്നിന്റെ വാല്യൂ ഇപ്പൊ ഇവിടെ 0 ആയെന്നേ ഉള്ളൂ. നമ്മളിപ്പോ ജസ്റ്റ് എഴുതുവാണ് x of n - 3. n - 3 എന്ന് ഇപ്പൊ ഞാൻ എഴുതുവാണെങ്കിൽ ഇതിന്റെ n വാല്യൂ ഞാൻ എന്താന്നാ പറയുന്നത്? n is equal to 3 എന്നല്ലേ പറയുന്നത്. അതേസമയം ഞാൻ ഇവിടെ n+3 ആന്ന് വിചാരിച്ചോ. n+3 ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്താ? ഞാൻ പറയുന്നത് എന്താ? -3 എന്നല്ലേ പറയുന്നത്. അപ്പൊ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. x of 0 - 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇക്വലന്റ്, ഇവിടെ n 0 ആയതുകൊണ്ടാ. അപ്പൊ വാല്യൂ എന്താണ്? പോസിറ്റീവ് 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുക. പോസിറ്റീവ് 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക, പിന്നെ ഒന്നും കൂടെ ഷിഫ്റ്റ് ചെയ്യുക, ഒന്നും കൂടെ ഷിഫ്റ്റ് ചെയ്യുക. അതാണ് ഞാൻ ആദ്യം കാണിച്ചേക്കണേ. സോ ദിസ് ഈസ് ഓൾസോ ഈക്വലന്റ് ടു x of 0യിലുള്ള വാല്യൂ. അതായത് ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഈ വാല്യൂവിനെ 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഷിഫ്റ്റ് ആവുമല്ലോ. അപ്പൊ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ 1 ഇവിടെ ഉണ്ടായിരുന്ന 1 എവിടെ വന്നു? നോക്കിയേ, ഈ പൊസിഷനിൽ ഇപ്പൊ വന്നില്ലേ? നേരത്തെ ഇവിടെ ആയിരുന്ന 1 ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ വന്നു. അടുത്ത നോക്കി, അടുത്ത രണ്ടാമത്തെ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 1 എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും. അതിന്റെ കൂടെ ബാക്കി എല്ലാം കൂടെ ഷിഫ്റ്റ് ആവുകയാണേ. നോക്കി, ഈ നേരത്തെ 1ന്റെ പൊസിഷൻ ഇപ്പൊ എവിടെയായി? രണ്ടാമത്തെ പൊസിഷന്റെ വാല്യൂ എത്രയായി? ഇവിടെയായി. ഇനി ഞാൻ മൂന്നാമതൊന്നും കൂടെ ഷിഫ്റ്റ് ചെയ്തു. മൂന്നാമതൊന്നുകൂടെ ഷിഫ്റ്റ് ചെയ്തപ്പം ഈ 1ന്റെ വാല്യൂ ഉണ്ടായിരുന്ന എങ്ങോട്ട് വന്നു? ഇങ്ങോട്ട് വന്നു. നോക്കിയേ, ഇതാണ് എൻ്റെ 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തത്. 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ x of 0യുടെ പൊസിഷന്റെ വാല്യൂ നോക്കി. x of 0യുടെ വാല്യൂ എത്രയാണ് എനിക്ക് കിട്ടിയത്? -1. അത് തന്നെയാണ് നമ്മളിപ്പോ പറഞ്ഞത് 8 - 3. രണ്ട് രീതിയിൽ ചിന്തിക്കാം. x of 0 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രാവശ്യം പോസിറ്റീവ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുക. പോസിറ്റീവ് ഷിഫ്റ്റ് എപ്പോഴും എടുക്കുന്ന ആന്റി ക്ലോക്ക് വൈസ് ആണ്. നെഗറ്റീവ് ഷിഫ്റ്റ് ആണ് ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം 0 - 3 എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി +3 ആണ്. +3 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം ഈ സീക്വൻസിനെ ഷിഫ്റ്റ് ചെയ്യുക. എങ്ങനെ? ആന്റി ക്ലോക്ക് വൈസ് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തപ്പം ഈ 1ന്റെ പൊസിഷൻ ഇവിടെ വന്നു. ഏതെങ്കിലും ഒരെണ്ണം നോക്കിയാൽ മതി. അപ്പൊ ബാക്കിയെല്ലാം അതിന്റെ കൂടെ ഷിഫ്റ്റ് ആവുമല്ലോ. രണ്ടാമത്തെ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഇത് ഇങ്ങോട്ട് വന്നു. മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് ആ കിട്ടിക്കഴിഞ്ഞ സീക്വൻസിൽ x of 0യുടെ വാല്യൂ എന്താന്ന് നോക്കുക. കാരണം എന്നിന് എത്ര ഞാൻ കൊടുത്തത്? 0 അല്ലേ. ആ പൊസിഷനിൽ x of 0യുടെ വാല്യൂ എന്താണോ അതായിരിക്കണം ഞാൻ ഇവിടെ ഇടേണ്ടത്. അതിനെ വേറെ രീതിയിൽ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. x of 0 - 3 എന്ന് കാണുകയാണ്. ദിസ് ഇസ് ഈക്വലന്റ് ടു x of -3. അല്ലെങ്കിൽ 8 - 3 ചെയ്യുക. 8 - 3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? x of 5 കിട്ടില്ലേ. ആ x of 5 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ക്വസ്റ്റ്യനകത്ത് -1 തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഇതേ രീതിയിലുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെയും പറഞ്ഞത്. ക്ലിയർ ആയോ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് sigma k = 0 to 7 modulus of x of k square. sigma k = 0 to 7 modulus of x of k square. ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്ത ഒരു തിയറമാണ്. പാർസിവൽസ് റിലേഷൻ ആപ്ലിക്കേഷൻ പ്രോബ്ലം. ഞാനൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് തന്നിരുന്നു എഴുതാൻ. അത് ആ പ്രോപ്പർട്ടി ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തേക്കണം.
നമുക്കറിയാവുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സിഗ്മ n ഈക്വൽ ടു 0 to n minus 1 മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/n സിഗ്മ k ഈക്വൽ ടു 0 to n minus 1 മോഡുലസ് ഓഫ് എക്സ് ഓഫ് കെ സ്ക്വയർ ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കണത് എന്താണ്? ഈ പോർഷൻ ആണ്. അപ്പൊ ഈ പോർഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്നിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ഇത് കിട്ടൂലേ? ദിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? n ഇൻറ്റു ഈ വാല്യൂ ആയിരിക്കുമല്ലോ. സിമ്പിൾ ആയില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? സിഗ്മ k ഈക്വൽ ടു 0 to 7 മോഡുലസ് ഓഫ് എക്സ് ഓഫ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 into sigma n equal to 0 to 7 modulus of x of n square. ഇനി 8 നമുക്ക് ഓൾറെഡി എക്സ് ഓഫ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എന്നിന്റെ വാല്യൂ ഓരോന്ന് സ്ക്വയർ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 3 സ്ക്വയർ എക്സെട്ര അപ് ടു പ്ലസ് 16 പ്ലസ് 4 ചെയ്യുക. അന്നേരം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 8 into 36 is equal to 288. അതായത് ഇവിടെ നമ്മൾ ആ പാസിവസ് റിലേഷന്റെ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്. നമുക്കറിയാം യൂസിങ് ദിസ് പ്രോപ്പർട്ടി സിഗ്മ n ഈക്വൽ ടു 0 n മൈനസ് 1 മോഡുലസ് ഓഫ് എക്സ് ഓഫ് എൻ സ്ക്വയർ എന്ന് പറയുന്നത് 1/n സിഗ്മ k ഈക്വൽ ടു 0 to n മൈനസ് 1 മോഡുലസ് ഓഫ് എക്സ് ഓഫ് കെ സ്ക്വയർ ആണ്. ക്വസ്റ്റിനകത്ത് ഇത് കാണാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ പോർഷൻ മാത്രം കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? എന്നിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. എന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നിന്റെ വാല്യൂ എത്രയാണ്? 8 കൊടുത്തിട്ട് ക്വസ്റ്റിനുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയോ?